2-3 ദിവസമായിട്ട് അർജുൻ ആയങ്കിയാണ് ഇവിടെ താരമായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു താൻ ഒളിവിലുള്ള തന്നെ പിടിക്കാൻ സാധിക്കുമെങ്കിൽ പിടിച്ചോളൂ. പിന്നെ ഇന്നലെ ആഭ്യന്തരമന്ത്രിക്കെതിരെയും ഉണ്ടായിരുന്നു തൻ്റെ പാർട്ടി വേറെയാണ്, താൻ വളർന്ന പാർട്ടി വേറെയാണ് എന്ന്. ഇന്ന് പറയുന്നു താൻ വെല്ലുവിളിച്ചതല്ല, താൻ കീഴടങ്ങാൻ തയ്യാറായതാണ് എന്ന്. അപ്പം അർജുൻ ആയങ്കിയെ പിടിക്കാൻ സാധിക്കാത്തതൊരു പോലീസിന്റെ കയ്യിലുള്ളൊരു വീഴ്ചയായിട്ട് തോന്നുന്നില്ലയോ? തീർച്ചയായിട്ടും അത് ആഭ്യന്തര സംവിധാനം ഇപ്പോൾ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന ഫോൺ ട്രേസ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായിട്ടൊരു സ്ക്വാഡ് തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്നതാണ്, നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അത് തലേ ദിവസം അദ്ദേഹം വീണ്ടും പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതും അദ്ദേഹം എവിടെ വനവാസത്തിന് പോവുകയാണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു. നമ്മുടെ CID മൂസയിൽ എന്നെ ഇപ്പൊ പിടിക്കണം, നാളെ പിടിക്കാം, മറ്റന്നാ പിടിക്കാം, ആ രീതിയിൽ അദ്ദേഹം ചാടി പോകുന്നത് പോലെയുള്ള റീലുകൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കും. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസുകളൊക്കെ വളരെ രസമാണ്. ഓരോ കോമറേഡ് പോയി വരൂ, കോമറേഡിനെ തകർക്കാൻ കഴിയില്ല, അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കമന്റ് ഉണ്ട്, ഫാൻസ് ഉണ്ട് അങ്ങേർക്ക് കുറെ. തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ലാത്ത, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നേതാക്കന്മാരാണ് എന്ന് പറയുന്ന A റഹീമും ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്തൊരു ഫാൻ ബേസ് അർജുൻ ആയങ്കിക്ക് ഉണ്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കോമ്രേഡ് പോയി വരൂ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, സഖാവിൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് വലിയ രീതിയിലാണ് കൊട്ടി ഘോഷിക്കുന്നത്. എന്തിനാണ്? ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ജയിലിലേക്ക് പോകുന്നത്? പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ. എന്തിനാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാപ്പ കേസ് പ്രതികളെല്ലാവരും കൂടെ ഒരു റിസോർട്ടിൽ ഒരു ദിവസം ഒത്തുകൂടുന്നു. പോലീസ് ഇതറിഞ്ഞുകൊണ്ട് ഇവരെ ചെല്ലുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാപ്പ കേസ് പ്രതികളെല്ലാം ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അർജുൻ ആയങ്കിയെ പറ്റി ഇതിനും ഒരു 1-2 മാസം മുമ്പിട്ട് വന്നുള്ള വാർത്തകൾ എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ണികളായിട്ട് അവസാനത്തേക്ക് വരുന്നത് അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളാണ്. കണ്ണൂർ എയർപോർട്ട് അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ട്, അപ്പോൾ ഇവിടുത്തെല്ലാം സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്ന കണ്ണികളുടെ ഒരു സംഘമാണ് ഈ അർജുൻ ആയങ്കിയും സംഘങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പുതിയ എന്തെങ്കിലും പരിപാടികളായിട്ട്, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളാണ്, ഗുണ്ടാ തലവന്മാർ പല ആളുകളും ഉണ്ട് എന്നുള്ള വാർത്തകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ നാളെ പോലീസിനോട് വലിയ രീതിയിൽ ആളുകൾ ചോദിക്കാം, ജനങ്ങൾ തന്നെ ചോദിക്കാം, നിങ്ങൾ എന്താണ് ചെയ്തത്? ഇവിടെ ഗുണ്ടകൾ ഒത്തുകൂടി റിസോർട്ടിൽ നിന്ന് മദ്യപാന സംഘങ്ങൾ, സൽക്കാര സംഘങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ പോലീസിനോടും ജനങ്ങൾ ചോദിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ തന്നെ എത്ര ദിവസം കാണുന്നതാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ ഒത്തുകൂടി വടിവാൾ കൊണ്ട് കേക്ക് മുറിക്കുക, വടിവാൾ കൊണ്ട് ആഘോഷിക്കുക, വടിവാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയുരസി നൃത്തം കളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്താണ്, ഈ നാട്ടിലൊരു അരക്ഷിതാവസ്ഥയാണ്, ഗുണ്ടകളാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അവിടെയാണ് അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ ഈ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും അവസാന ആശ്വാസം അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നവിടെയാണ് പോലീസ് സ്റ്റേഷനിലാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുന്ന കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയാനുള്ള ഇടമാണ്. പക്ഷേ ആ ഇടത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പോലീസ് വരെ അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളുടെ മുന്നിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ സംവിധാനം തന്നെ തകരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി, നമുക്ക് കാണാം പോലീസിൽ ചങ്കൂറ്റമുള്ളവരും ഉണ്ട്, പോലീസ് എന്താണ്, ആഭ്യന്തര വകുപ്പ് എന്താണ് എന്ന് അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നൊരു സാഹചര്യം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും അർജുൻ ആയങ്കി പോസ്റ്റുമായിട്ട് വരികയാണ്. ഈ വനവാസത്തിലാണെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം റീലുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം. കേരള പോലീസ് പോലും 10 ദിവസമായിട്ട് തിരച്ചിൽ നടത്തുകയാണ്, അർജുൻ ആയങ്കി എവിടെ. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് ഉല്ലസിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ്. ഇന്റർപോളും മറ്റ് വലിയ വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അർജുൻ ആയങ്കിയെ പോലുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ്. എന്നിരുന്നാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തന്നെ അദ്ദേഹം വെല്ലുവിളിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഞാൻ പ്രവർത്തിച്ച പാർട്ടി വേറെയാണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ.
ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ നടപടിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നൊരു പൊന്നാടയിട്ട് തരാം. ആരാണ് പറയുന്നത്? അർജുനായിക പറയാണ്. ആഭ്യന്തരമന്ത്രിക്ക് വേണമെങ്കിൽ ഞാനൊരു പൊന്നാടയിട്ട് തരാം. എന്തിനാണ്? പോലീസ് ഉദ്യോഗസ്ഥരെക്കെതിരെ നടപടിയെടുക്കാൻ. എന്തിനാണ്? പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അദ്ദേഹം ഭയപ്പെടുത്തിയത്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ പേരിൽ. അപ്പോൾ ഗുണ്ടകളുടെ ഭീഷണിയുടെ മുന്നിൽ പോലീസ് മുട്ടുമടക്കുന്നൊരു സാഹചര്യം, ആഭ്യന്തര വകുപ്പ് മുട്ടുമടക്കുന്നൊരു സാഹചര്യം. പക്ഷെ അതൊന്നും സമ്മതിക്കത്തില്ല. കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് മേലിൽ അദ്ദേഹം വീണ്ടും പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും വിശദീകരണ പോസ്റ്റുമായിട്ട് വരുന്നു. കാരണം എന്താണെങ്കിലും ഈ ആഭ്യന്തര വകുപ്പ് പോലീസുകാരുടെ ഈഗോ ഹേർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ക്രമസമാധാന നില തകരാതെ കൊണ്ടുപോകേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. അവരെ സംബന്ധിച്ച് ഇനി CPM-കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും ഈ പോലീസുകാരുടെ സ്വഭാവം ഒരു പരിധി കഴിഞ്ഞ് ഇവരെ ഒന്നിക്കും. എത്ര രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ ഇവരെ ഒന്നിക്കും. ഇതാണ് പോലീസിൻ്റെ ഒരു ബേസിക് സംവിധാനം എന്ന് പറയുന്നത്. അവർക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവരെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോലീസുകാരനെ അടിക്കുമ്പോൾ മറ്റേ പോലീസുകാരെ നോക്കിക്കത്തില്ല, ഈ പോലീസുകാരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പണിയും. അതാണ് പലപ്പോഴും ഈ പോലീസ് ഗുണ്ട ആക്ടുകളായിട്ട്, പോലീസ് മർദ്ദനങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നത്. ഇതിനെ ഒന്ന് ഞാൻ അനുകൂലിച്ച് പറയുകയല്ല, അതിലും തെറ്റുണ്ട്. പോലീസുകാർക്ക് ആരെയും ആക്രമിക്കാനുള്ള അധികാരമില്ല. പക്ഷേ അർജുനായികമാരെ പോലുള്ള ആളുകൾ തെരുവിലിറങ്ങി നിന്ന് ഈ സംവിധാനത്തെ വെല്ലുവിളിക്കുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങോട്ട് പോകും? അവരെ സംബന്ധിച്ച് പോലീസല്ല, ഇത്തരത്തിലുള്ള അർജുനായികമാരാണ് ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്ന് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ജയരാജേട്ടൻ വളർത്തിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി ആര് വളർത്തിയ കുട്ടിയാണെങ്കിലും ഈ സംവിധാനത്തിനെതിരെയും ജനാധിപത്യത്തിനെതിരെയും നിൽക്കുന്ന ആരാണെങ്കിലും, അത് ഗുണ്ടകളാണെങ്കിലും കപ്പ കേസ് പ്രതികളാണെങ്കിലും ആരാണെങ്കിലും പോലീസ് സംവിധാനം വരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. ഇത്രയും കാലം അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു പാർട്ടി കോറത്തിനുള്ളിൽ നിന്നതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷെ ആ പാർട്ടി കോറത്തിനുള്ളിലും ആ പാർട്ടിക്കുള്ള ആളുകൾ വരെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരൊക്കെ അത്തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പിടിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അർജുനായികയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിശദീകരണ പോസ്റ്റുമായിട്ട് വരുന്നത്. ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ്, ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല. അതെ, താൻ പോലീസുകാരെ കൊല്ലുമെന്നോ ഭീഷണിപ്പെടുത്തിയതല്ല, താൻ അവർക്കെതിരെ എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും, സ്ഥലം മാറ്റും എന്നാണ് പറഞ്ഞതെന്നൊക്കെയാണ് ഇപ്പം വിശദീകരണം പറയുന്നത്. എന്തായാലും അർജുനായികയെ പോലുള്ള ഒരു സമൂഹത്തിന് മറ്റൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പോലീസ് കൃത്യമായിട്ട് ഇടപെട്ട് അർജുനായികയെ പിടികൂടിയില്ലെങ്കിൽ അത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇപ്പം മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന തൊപ്പി, അവരെ പിടിക്കാൻ സാധിക്കാത്തതും ഈ പോലീസിന്റെ ഒരു അനാസ്ഥ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം പോലീസിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് വേണം പോലീസ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും പോലീസിന് ഒരു അക്ഷരം പോലും ഇവരോട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, ഇവരോട് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി പോലീസ് സടകുടഞ്ഞെണ്ണിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പോലീസ്. പിന്നല്ലാതെ ഭരണം മാറി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താണ്? പാർട്ടി ഓഫീസിൽ കയറി ആക്രമിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ തലേ ദിവസം വരെ നമ്മൾ കണ്ടിരുന്നത് പാർട്ടി ഓഫീസിലുള്ള ഗുണ്ടകൾ പോയി അടിക്കുമ്പോൾ പോലും നോക്കിയിരിക്കുന്ന പോലീസിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം പോലീസ് ഭരണം മാറിയേണ്ട അന്ന് തന്നെ പോലീസുകാരെല്ലാം മാറി. അപ്പോൾ എന്താണെങ്കിലും അർജുനായികയുടെ ഗതി എന്താണെന്ന് അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം.